പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026-27 അധ്യയന വർഷത്തെ തേർഡ് സെമസ്റ്റർ ഫിഫ്ത്ത് സെമസ്റ്റർ FIUGP വിദ്യാർത്ഥികൾക്കുള്ള കോളേജ് ട്രാൻസ്ഫറിൻ്റെ ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഷെഡ്യൂൾ പ്രകാരമായിരിക്കും കോളേജ് ട്രാൻസ്ഫറിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുക. കോളേജ് ട്രാൻസ്ഫറും ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോളേജ് ട്രാൻസ്ഫറിൻ്റെ കൂടെ തന്നെ മേജർ ചേഞ്ച് വിത്ത് കോളേജ് ട്രാൻസ്ഫറും കൂടി പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് മേജർ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള കോളേജ് ട്രാൻസ്ഫറും കൂടി പോസിബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ, അതിൻ്റെ ഷെഡ്യൂളാണ് നമ്മൾ നിങ്ങളുമായി സംവദിക്കുന്നത്. ആബിദ് റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോയി നോക്കാവുന്നതാണ്. ആദ്യം ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ളത് കോളേജിൽ നിന്ന് ചെയ്യേണ്ട നടപടി. അത് നമ്മൾ ചെയ്യേണ്ട നടപടിയല്ല. അതിൻ്റെ നടപടി എന്ന് പറയുന്നത് 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ, ജൂൺ 20 മുതൽ ജൂൺ 23 വരെ കോളേജിൽ നിലനിൽക്കുന്ന സീറ്റ് വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതുണ്ടാവും. അങ്ങനെ കോളേജുകാർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി 12 മണി വരെ കോളേജുകൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 24 മുതൽ 29 വരെ, 29-ാം തീയതി 12 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും. എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത്? ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ കൂടെ പറയാം. അപ്പോൾ 24 മുതൽ 29 വരെ കോളേജ് ട്രാൻസ്ഫറിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അതിനും വേറെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് അതിൽ എൻ്റർ ചെയ്യാണ്ടാവുക. ഇതിൽ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്കായിരിക്കും ആർക്കുണ്ടായിരിക്കുക, ഈ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക്, ഫിഫ്ത്ത് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇതുണ്ടായിരിക്കുക. ആദ്യത്തെ 3 സെമസ്റ്ററിൻ്റെ മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. 4th സെമസ്റ്റർ വന്നാൽ അതും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ. കോളേജ് ട്രാൻസ്ഫർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. 29-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോളേജ് ട്രാൻസ്ഫറിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അഡ്മിഷൻ അപ്ലോഡിങ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽ കോളേജുകളിൽ ഇത് പ്രകാരം 29-ാം തീയതി പബ്ലിഷ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് അഡ്മിഷൻ എടുക്കാനുള്ളത് ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് പ്രകാരം 29-ാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് കോളേജിൽ ഒരു റാങ്ക് ലിസ്റ്റ് ലഭ്യമാകും. അതിൽ നിന്ന് കോളേജുകാർ അവർക്ക് ആ റാങ്ക് ലിസ്റ്റിന്റെ റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിക്കും. ആ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം കോളേജിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 1, 2, 3 കോളേജിൽ നിന്നൊക്കെ വിളിക്കും. നമുക്ക് ഏതാ വേണ്ട കോളേജ് ചൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ. 4-ാം തീയതി വരെയാണ്, ജൂലൈ 4 വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം. ബാക്കി അതിന് അഡ്മിഷൻ എടുത്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത നോട്ടിഫിക്കേഷനിലൊക്കെ വരുന്നതാണ്. പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂലൈ 6 മുതൽ ജൂലൈ 9 വരെയാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റു യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതിന് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ആണ്. അത് പ്രകാരം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 10-ാം തീയതി പബ്ലിഷ് ചെയ്യും, ജൂലൈ 10-ന്. അത് പ്രകാരമുള്ള അഡ്മിഷൻ 10 മുതൽ 11 വരെ, ജൂലൈ 10 മുതൽ 11 വരെ ദിവസങ്ങളിൽ അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നതാണ്. ഈ ഷെഡ്യൂൾ പ്രകാരമായിരിക്കും അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടാവുക. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണ്. ഇവിടെ ഉണ്ടാവും FIUGP കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ എന്ന് കാണാം. ഇതിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരിക. അതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ റിവൈസ്ഡ് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഷെഡ്യൂള് ഇപ്പോൾ ഇത് കഴിഞ്ഞ സെമസ്റ്ററിനാണ്, 4th സെമസ്റ്ററിനാണ്. അടുത്തത് പുതിയ എല്ലാ ഷെഡ്യൂളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി അത് യഥാസമയം നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഈ കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോക്കടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആ കമൻറ്റിന് കൃത്യമായിട്ട് റീപ്ലൈ ഉള്ള വീഡിയോ അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.